വളരെ സന്തോഷമായി നമ്മുടെ ബ്രദറിന്റെ സ്നാനം ഇന്ന് നടന്നു. എല്ലാവരും അതിനുവേണ്ടി ദിവസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്കറിയാം. എല്ലാവരും അതിൻ്റെ പുറകെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ രാവിലെ വന്നു, ചിലർക്കൊക്കെ രാവിലെ വരാൻ പറ്റിയില്ല. മനഃപൂർവ്വമല്ല, ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എങ്കിലും അവരും എന്ത് ചെയ്തു? പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ദൈവം ആ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ സഹോദരന്മാരും വളരെയധികം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചു. പാസ്റ്ററും വളരെയധികം പ്രവർത്തിച്ചു ഇതിന്റെ പുറകില്. ആമേൻ. എല്ലാ കാര്യങ്ങളും തലക്കന്ന് ഏറ്റെടുത്ത് അതെല്ലാം ചെയ്തു. ആമേ. ആ കുടുംബത്തെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിന്റെ വേലയിൽ എല്ലാവരും ശക്തമായി നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവിന് വേണ്ടി എത്ര നിൽക്കുന്നോ അത്രത്തോളം ദൈവം നമ്മളെ മാനിക്കും. മറ്റൊരു പ്രത്യേകത, നമ്മുടെ മുരളി ബ്രദറെ ഷൂവില്ലാതെ നാട്ടിലായിരുന്നു. അത്ഭുതകരമായ സൗഖ്യത്തോടെ മടങ്ങി വന്നു. നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ സോയിച്ചാന്റെ സാക്ഷ്യവും സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒട്ടും നടക്കാൻ വയ്യാതെ ഭാരപ്പെട്ടു. ഇന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് മിനിഞ്ഞാന്ന് തൊട്ട് ഓഫീസിൽ പോകാൻ കർത്താവ് ഇടയാക്കി. വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തിന്റെ വിഷയത്തിനൊക്കെ വിടുതൽ കൊടുത്തു. എല്ലാം ഒരു അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ നന്ദി പറയാം. സ്നാനപ്പെട്ട ബ്രദറിനോട് നമ്മൾ ഇതുവരെയും സ്നാനത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കതിന് സമയം കിട്ടിയില്ല. രാവിലെ നമ്മളെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സമയം വളരെ ചുരുക്കമായിരുന്നു. ഉച്ച കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഒട്ടും സമയമില്ല. 6 മണിയുണ്ട്, തിരുവേശയുണ്ട്. ഇനി നമ്മൾ സ്നാനം പറയാൻ പോണോ, ഇത് പറയാൻ പോണോ, വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുക. അപ്പം സ്നാനപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുള്ളി പറയാൻ കടലിൽ കൊണ്ട് പാർട്ട്ണറിനെ ബുക്ക് ചെയ്ത് പറഞ്ഞു. എന്നെ അത്രയും കൊണ്ട് പാർട്ട്ണർമാർ രണ്ടുപേരോട് ബുക്ക് ചെയ്ത് എല്ലാവരോടും പറയാം. അതെന്താന്ന് ചോദിച്ചാൽ പറയാൻ പുള്ളിക്ക് അറിയാവോന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. എങ്കിലും ആ സ്നാനത്തെ കുറിച്ച് അടുത്ത ദിവസം ഞാൻ പറയാം. ആമേ. സമയം കിട്ടുന്നത് പോലെ നമുക്കിപ്പോൾ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-ാം അധ്യായത്തിന്റെ 46 തൊട്ട് 1-2 വാക്യങ്ങൾ ആരെങ്കിലും എടുത്തവരെ ഉറക്കി ഒന്ന് വായിക്കാം. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. കണ്ടോ? അതാണ് വാക്യം. കണ്ടോ? അടിവര ഇടുക. 120 പേരടങ്ങുന്ന സംഘം കൂടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഘം മാറി സഭയായി. അതുവരെ സംഘമായിരുന്നു. 120 പേരുടെ സംഘം. ആത്മാവ് ഇറങ്ങിയപ്പോൾ അത് സഭയായി. അപ്പൊ ആത്മാവില്ലാത്തതല്ല ഇന്ന് സംഘമാണ് കേട്ടോ. ഓക്കെ. അപ്പോ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടവരെ കുത്തുകൊട്ടു, മാനസാന്തരപ്പെട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാ? സ്നാനപ്പെടുവിൻ. സ്നാനപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലിക ഉപദേശം, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോസ്തലിക ഉപദേശം കേട്ടു. കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കി. ആമേ. അവര് മുന്നോട്ട് പോകുന്നു. അപ്പോസ്തലിക ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ കൂട്ടായ്മയുടെ പ്രത്യേകത അപ്പോസ്തലിക ഉപദേശം. പ്രൈസ് ദി ലോർഡ്. കഥയും കെട്ടുകഥയും അന്തും ബിന്ദും ഒക്കെ പറയാനായിട്ട് വല്ല മീറ്റിംഗും ഉണ്ടാക്കാം. സഭ കൂടുന്നത് എന്തിനാണ്? കൂട്ടായ്മ കൂടുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം. അപ്പൊ ഉപദേശം തറവായി സഭയിൽ പറയണം കേട്ടോ. അപ്പോസ്തലിക ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് പാസ്റ്റല്ല ചേർക്കുന്നത്. എനിക്കിവിടെ സഭയില്ല. സഭ കർത്താവിന്റെ ശരീരമാണ്. ഇങ്ങനെ എങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ? കുത്തുകൊണ്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? സഭയോട്
സഭയോട് ചേർത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ സ്നാനപ്പെട്ടു വരുമ്പോഴാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? സഭയോട് ചേർക്കുന്നത്. മനസ്സിലായോ? അതുവരെയും നമ്മൾ കൂട്ടായ്മയ്ക്ക് വരുന്നെങ്കിലും സഭയോടെ നമ്മളെ കർത്താവ് ചേർത്തിട്ടില്ല. മനസ്സിലായോ? ഇപ്പൊ സഭയുടെ അപ്പൊ ഇന്ന് തൊട്ട് ബ്രദറിനെ ദൈവം തന്റെ സഭയോട് ചേർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ബ്രദറെ സഭയുടെ കൂട്ടായ്മ മുടക്കാൻ പറ്റത്തില്ല, ആരാധന മുടക്കാൻ പറ്റത്തില്ല. സഭയുടെ ഉപദേശങ്ങളിലെല്ലാം ബ്രദർ അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും അതും പ്രകാരം ജീവിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ സ്നാനപ്പെടാൻ ഇറങ്ങരുത്. ആമേ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നാനപ്പെട്ടേച്ച് നമുക്ക് മറ്റു രീതിയിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം, കൂട്ടായ്മയ്ക്കെല്ലാം വരണം. പിന്നെ അപ്പോസ്തലിക ഉപദേശം കേൾക്കണം, അപ്പം നുറുക്കി കൂട്ടായ്മ തിരുമേശ പങ്കെടുക്കണം. ഇതെല്ലാം സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആണോ, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. കർത്താവിന്റെ സഭയോട് ചേർത്ത്. ആമേൻ. ആ കർത്താവിന്റെ സഭയോട് ചേർത്തു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് നമ്മൾ കണ്ടതെല്ലാം കേട്ടോ. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. നീ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് തൊട്ട് കൂട്ടായ്മയിൽ സഭയുടെ എല്ലാ കാര്യങ്ങളിലും ബ്രദർ ഇടപെടണം. സഭ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന വിശ്വാസികളായ നമ്മളെല്ലാം കർത്താവിന്റെ ശരീരത്തോട് ചേരുകയാണ്. അതാണ് സഭ. അപ്പൊ ഓരോരുത്തരും പരസ്പരമായിരിക്കുന്ന അവയവങ്ങളാണ്, ബന്ധമാണ് കേട്ടോ. ആമേ. അപ്പം ഈ ശരീരത്തിന്റെ ഒരു അവയവമാണ് പാസ്റ്റർ, അതിന്റെ ഒരു അവയവമാണ് തോമസ് ബ്രദറെ, അതിന്റെ ഒരു അവയവമാണ് ഇരിക്കുന്ന അച്ചായന്. അപ്പൊ അച്ചായന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം നിങ്ങൾ കാണണ്ടേ, എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാണണ്ടേ. അതുകൊണ്ട് സഭയിലെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ ഇന്നോട്ട് ബാധ്യസ്ഥനാണ്. ഒരാഴ്ച ആരാധനയ്ക്ക് വന്നാൻ പറ്റിയില്ലെങ്കിൽ പാസ്റ്ററെ വിളിച്ച് ചോദിക്കണം, ഈ ആഴ്ചത്തെ ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു, സഭയിൽ എന്തൊക്കെ നടന്നു, ആമേ, പ്രൈസ് ദി ലോർഡ്, എങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ തിരക്കണം. കാരണം നിങ്ങൾ ഇതിന്റെ അംഗമാണ്, നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയേണ്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. വല്ലപ്പോഴും വന്നൊരു മൂലക്കിരുന്നിച്ച് പോകുന്ന ആളല്ല. ആമേൻ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? ഇടപെടുകയും സഹകരിക്കുകയും ചെയ്യണം. അപ്പൊ കൂട്ടായ്മ മുടക്കരുത് കേട്ടോ. പിന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി വ്യവസ്ഥകളുണ്ട്, സഭയില് ഒത്തിരി പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ആമേ. വിശുദ്ധിയിൽ ജീവിക്കണം, വേർപാടിൽ ജീവിക്കണം. ആമേൻ. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ആദ്യമേ ഞാൻ പഴയ നിയമത്തിലെ നിഴല് പറയാം. പഴയ നിയമത്തിലെ നിഴലെന്ന് പറയുന്നത് ആമേ 2 നിഴലുകളാണ് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ജോർദാൻ കടക്കുന്നത് സ്നാനത്തിന്റെ നിഴലാണ്. മനസ്സിലായോ? 2, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്, അതും സ്നാനത്തിന്റെ നിഴലാണ്. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം. അടുത്തത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. അവിടെ വായിക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ സമുദ്രത്തിലും മേഘത്തിൻ കീഴിലും സ്നാനമേറ്റു. അപ്പൊ ഇതെല്ലാം പഴയ നിയമത്തിൽ ഒരു സ്നാനത്തിന്റെ നിഴലാ കേട്ടോ. അറിഞ്ഞല്ലോ. അപ്പം സമുദ്രത്തിലും മേഘത്തിലും കടന്നു പോകുന്ന ഒരു സ്നാനത്തിന്റെ, അപ്പൊ സമുദ്രത്തിൽ കൂടെ അക്കരെ കയറുമ്പോഴോ, മേഘത്തിൽ അക്കരെ കയറുമ്പോഴോ, മേഘസ്തംഭത്തിന് കീഴിൽ കൂടെ പോകുമ്പോഴോ എന്താ? മരുഭൂമി യാത്രയാ. മരുഭൂമി യാത്രയിൽ അനേക പ്രതികൂലങ്ങളുണ്ട്, അനേക പ്രതിസന്ധികളുണ്ട്. മരുഭൂമി യാത്രയിൽ എന്തുണ്ട്? ആമേൻ. ശത്രുക്കളുടെ പോരുകളുണ്ട്, പോരാട്ടമുണ്ട്, വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്, കൈപ്പേറിയ മാറായുണ്ട്, അതുപോലെ തന്നെ ആമേ ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ അനേക പ്രതിസന്ധികളുണ്ട്. അത് തരണം ചെയ്യാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ സ്നാനപ്പെടാൻ ഇറങ്ങരുത്. പലരും സ്നാനപ്പെട്ട് വെച്ച് വിശ്വാസത്തിന്റെ പോയി. എന്താ കാര്യം എന്നറിയോ? പ്രതികൂലം വരുമ്പോ ആരും ഇവരോർത്ത് ഏതാണ്ട് നല്ല കാര്യമാണ്, ഇതിനകത്ത് ഇറങ്ങി തിരിച്ചാൽ ഉടനെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ 2 വലിയ ഇതാണെന്നൊക്കെ അതിനും അറിയാത്തവരൊക്കെ പഠിപ്പിച്ചു. അത് കേട്ടോണ്ട് നമ്മുടെ തോമസും ഒക്കെ സ്നാനപ്പെട്ടു. ഇപ്പൊ തോമസ് കഴിഞ്ഞ വെച്ചാൽ പറഞ്ഞാൽ മർത്തോമായിലും ഇല്ല, കത്തോലിക്കയിലും ഇല്ല, യാക്കോബായിലും ഇല്ല, പുള്ളി ഇപ്പൊ ബഹറിലും ഇല്ല, അതായിരിക്കുക.
വല്ല കാര്യമുള്ളതാണോ? അപ്പം പിന്നെ സ്നാനത്തിന് നീലെന്താ പറഞ്ഞത്? ജോർദാൻ കടക്ക്, ജോർദാൻ അക്കരെ കയറിയ പിന്നെ യുദ്ധവാ. പിന്നെന്താണ്? യുദ്ധമാണ്. ഹിവിയര്, ഹിത്തിയര്, പെലസ്തീയര്, അമോന്യര് 8 ജാതികളോടും 40-ലധികം രാജാക്കന്മാരോടും യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ജോർദാൻ അക്കരെ കയറിയിട്ട് കനാനിലെത്തുകയുള്ളൂ. അതുകൊണ്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നാളെ തൊട്ട് പ്രതികൂലം ഉണ്ടാകും. ആരാധന മുടക്കി റൂമിലിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, നാളെ തൊട്ട് പ്രതിസന്ധി ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടാകും. ജോലിയിലൊക്കെ തടസ്സം, ആരാധനയ്ക്ക് വരാൻ പറ്റാത്ത നിലയിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ എല്ലാം നടുക്കുകൂടി നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നാനപ്പെടുത്തരുത് എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. സ്നാനം ദൈവസഭയോട് ചേരാനാ കേട്ടോ. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട്, അതിനാണ് സ്നാനം. അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മാമോദീസ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ ചേരാനാ, അത് മർത്തോമ സഭയെ ചേരാനാ, അത് CSI ചേരാനാ. സ്നാനം അതിനല്ല, കർത്താവിന്റെ ശരീരമായ സഭയോട് ചേരാനാണ്. അതാണ് എഴുതി വച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നാളെ തൊട്ട് ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ഉപദേശപ്രകാരം മരണം വരെയും ഉറച്ചു നിന്ന് മുൻപോട്ട് പോകണം. പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്ത് മുൻപോട്ട് പോകണം. എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത്, വിശ്വാസ ജീവിതത്തിലെ കർത്താവിന്റെ സഭയുടെ മെതഡ് ഒരു 100 പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മളെല്ലാവരും കൂടി ഒരു വെട്ടണം വാടകയ്ക്ക് എടുത്ത് ആരാധിക്കുന്ന പരിപാടി അല്ല ഇതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നിങ്ങളെ ഒത്തിരി പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചു. ഇനി എനിക്ക് നാണക്കേടാണ് അത് വീണ്ടും വായിക്കുന്നത്. അന്നു മുതൽ യേശു പറഞ്ഞു തുടങ്ങിയത്, ഞാൻ യെരൂശലേമിൽ പോകും, അത് ന്യായശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എന്നെ അടിക്കും, ഞാൻ മരിക്കും, ഞാൻ ഉയർക്കും. മോളി പറഞ്ഞു, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ, ആ സഭയുടെ മാതൃകയാ താഴെ പറഞ്ഞത്. എവിടെ പറഞ്ഞത്? ഞാൻ യെരൂശലേമിൽ പോകും, ന്യായശാസ്ത്രിമാരെന്നെ അടിക്കും, മൂപ്പന്മാരെന്നെ അടിക്കും, അവരെന്നെ ഉപദ്രവിക്കും, ഒടുവിൽ അവരെന്നെ കൊല്ലും, ഞാൻ മരിക്കും, ഞാൻ ഉയർക്കും. ഇങ്ങനെയാ സഭ പണിയുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈനിൽ യേശു പറഞ്ഞു, ഇങ്ങനെയാ ഞാൻ എൻ്റെ സഭ പണിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തു, സഭ പണിയുന്നത് മുഴുവനും വലിയ വേദന സഹിച്ചോണ്ടാണ്, വലിയ നൊമ്പരം സഹിച്ചോണ്ടാണ്, വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയാണ്. യേശു യെരൂശലേമിൽ ചെന്ന് അടി കൊണ്ട് എന്ത് ചെയ്യണം? അത് ആരിൽ കൂടെ അടികൊള്ളുന്നത്? ന്യായശാസ്ത്രിമാരാൽ അടികൊള്ളണം, മഹാപുരോഹിതന്മാരാൽ അടികൊള്ളണം. എന്നിട്ട് യേശു മരിക്കണം, യേശു ഉയർക്കണം, അല്ലാതെ സഭ പണിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുമ്പോട്ട് വരുമ്പോ ഓർത്തണം, നാളെ ഇതിനകത്ത് ഒത്തിരി ദുഃഖം സഹിക്കേണ്ടതായിട്ട് വരും, പ്രതികൂലങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും, പ്രശ്നങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും, ഇല്ലായ്മകളും ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആമേ മേഘത്തിൻ കീഴിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് അക്കരെ കയറിയപ്പോ വെള്ളമില്ലായിരുന്നു. മരുഭൂമിയിൽ അക്കരെ കയറിയപ്പോൾ എന്തില്ല? ആരമില്ലായിരുന്നു. ആ മരുഭൂമിക്കടെ 40 ദിവസം നടന്നു. അതുകൊണ്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അനേക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, ഇതിനകത്തെല്ലാം ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ കാണും. ഈ പ്രതിസന്ധിയുടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇസ്രായേൽ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവദേശം അവരോടൊപ്പം ഉണ്ടായിരുന്നു, മേഘസ്തംഭം ഒപ്പം ഉണ്ടായിരുന്നു, അഗ്നിസ്തംഭം ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, അനേക പ്രതിസന്ധികൾ സഹിക്കുക, പ്രതികൂലങ്ങൾ സഹിക്കണം, അല്ലാതെ ദൈവസഭ പണിയാൻ പറ്റത്തില്ല. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് ശാസിച്ചു, അരുത് കർത്താവേ, നിനക്കങ്ങനെ. നിങ്ങൾ അതിൽ നിന്ന് എന്താ പഠിച്ചത്? മുമ്പേ എന്താ വെളിപ്പാടാ പറഞ്ഞത്? ഗുരു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് എന്ത് പറഞ്ഞു? പത്രോസേ, ഇത് ജഡരക്തങ്ങളല്ല, ആമേ, എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി. കേട്ടോ,
വെളിപ്പാട് പറഞ്ഞ കേട്ടോ. എന്ത് വെളിപ്പാടാ പറഞ്ഞത്? ഗുരു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന യേശുവിനെ കുറിച്ച് വെളിപ്പാട് പറഞ്ഞിട്ട് ആ യേശുവിനെ മാറ്റി നിർത്തി ഈ പുള്ളി ശാസിക്കുക. ഈ പുള്ളി അപ്പൊ പുള്ളി വെളിപ്പാട് എന്താ? വെളിപ്പാടാ ഗുരു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ യേശുവിനെ ഈ പുള്ളി എന്ത് ചെയ്യാ? പഠിപ്പിക്കുക. ഈ പുള്ളി യേശുവിനെ ശാസിക്കുക. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വെളിപ്പാട് മൂത്തപ്പം വാലും തലയും അറിയില്ല. ഈ നിൽക്കുന്ന ആരാന്നാ പറഞ്ഞത്? ഗുരു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാന്ന് പറഞ്ഞിട്ട് ആ യേശുവിനെ ഈ പുള്ളി പഠിപ്പിക്കാൻ ചെല്ലുക. ഗുരു നിനക്കങ്ങനെ വരരുത്. എന്നിട്ട് പുള്ളി അങ്ങ് വഴക്ക് പറയ യേശുവിനെ അങ്ങ് വഴക്ക് പറയുക. അടുത്ത കർത്താവേ നിനക്കങ്ങനെ ചിലക്കങ്ങനെ ഈ വെളിപ്പാട് അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോ പിന്നെ പാർട്ണർ ഏതാ, വിശ്വാസി ഏതാ എന്നൊന്നും ചിലർക്ക് അറിയത്തില്ല. പിന്നെ എല്ലാരെയും പുള്ളി അങ്ങ് ഭരിക്കുക. പത്രോസ് വെളിപ്പാട് മൂത്ത് കഴിഞ്ഞപ്പോ യേശുവിനെ വരെ ശാസിക്കാൻ തുടങ്ങി. മാറ്റി നിർത്തി കൊണ്ടുവച്ച് യേശുവിന് ഉപദേശം പഠിപ്പിക്കുക. അരുതേ നിനക്കങ്ങനെ. യേശു പറഞ്ഞു പോതാത്താലേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങളൊക്കെ അനേക വർഷങ്ങൾ പിന്നിട്ടു. ഞാൻ 37ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത്, ശുശ്രൂഷയിൽ തന്നെ നിൽക്കുന്നത്. 87 ഞാൻ പാസ്റ്ററായതാ. സ്തോത്രം. കണക്ക് കൂട്ടിക്കും 87, ഇത് 2025 കിടക്കുക. അപ്പൊ എത്ര വർഷമായെന്ന് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. ആമേ. ഇല്ലായ്മയിലൂടെ, പട്ടിണിയിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, വണ്ടിക്കൂലിയില്ലാതെ, ബസ് ചാർജ് പോലും ഇല്ലാതെ മൈലുകളോളം നടന്നിട്ടുണ്ട്. ആഹാരമില്ലാതെ മൈലുകളോളം നടന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഞെരുക്കത്തിലും ഒക്കെയാണ്. നാട്ടിൽ 7 സഭ ഞാൻ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. 7 സഭ. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ എല്ലാം ഓരോ ചർച്ചിലേക്ക് ഞാൻ എൻ്റെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ഒരു ആരാധന ഒഴിച്ചു ബാക്കി എല്ലാം എന്ത് ചെയ്തു? ഇവരുടെ വീടിനൊക്കെ അടുത്ത് എനിക്ക് ചർച്ച ഉണ്ടായിരുന്നു. ഈ തോമസ് ഫതിൻ്റെ ഒക്കെ വീടിനൊക്കെ അടുത്ത് എനിക്ക് സ്വന്തമായിട്ട് ചർച്ച ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എല്ലാം പോയി ഞാൻ പ്രവർത്തിച്ച് അതിനെല്ലാം 7 ചർച്ച് നാട്ടിൽ തുടങ്ങണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന് പൈസ വല്ലതും വേണോ? എനിക്ക് ജോലിയുണ്ടോ? എനിക്ക് ആര് തരാനാ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പിടിവണ്ടിയില്ലേ, പിടിവണ്ടിക്കകത്ത് കസേരയെല്ലാം കയറ്റി ഞാൻ തന്നെ വലിച്ചവിടെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ ചെത്തി കസേര ഇട്ട് കൺവെൻഷൻ നടത്തും. തിരിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ ഈ കസേരയെല്ലാം തിരിച്ച് കയറ്റി ഞാൻ കൊണ്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ഈ സഭാ ഹോളൊക്കെ ഓരോ സ്ഥലത്ത് ഷെഡുകളാണ്. 2-3 മൈൽ അപ്പുറത്തുനിന്ന് ഓല തലയിൽ ചുമന്ന് കെട്ടി ഞാനത് അവിടെ കൊണ്ടുവന്ന് ഈ ഹോളുകളൊക്കെ മേയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കഷ്ടപ്പെട്ട് സുവിശേഷം വരെ ചെയ്തോണ്ടാ 27 വർഷമായിട്ട് ബഹറിന്റെ നന്മ അനുഭവിക്കാൻ ദൈവം വഴി തുറന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം കഷ്ടപ്പെട്ടാൽ ദൈവം മാനിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. സ്നാനം ബ്രദറിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ഇനി അതിനെ സ്നാനത്തെക്കുറിച്ച് ഞാൻ ഒരു ദിവസം ബ്രദറിനെ വളരെ ആഴമായിട്ട് പഠിപ്പിക്കാം, എന്താണ് സ്നാനം എന്നുള്ളത്. ആരുടെയും ഒക്കെ സ്നാനപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പുള്ളി പറഞ്ഞു കൊടുക്കണ്ടേ. ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് സ്നാനം പെന്തക്കോസ്തുകാരുടെ വകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മെ പെന്തക്കോസ്ത് സഭയിൽ ചേരണമെങ്കിൽ സ്നാനപ്പെടണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല. പെന്തക്കോസ്തുകാർ ഒരു സ്നാനവും കൊണ്ടുവന്നിട്ടില്ല. കർത്താവാ പറഞ്ഞ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 18 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി സ്നാനമെന്ന ആ വ്യവസ്ഥ കൊണ്ടുവരുന്ന ആൾ യേശുവാണ്. ഇവിടുത്തെ പെന്തക്കോസ്തുകാരും കൊണ്ടുവന്നതല്ലത്. യേശുവ പറഞ്ഞത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. കണ്ടോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. 18 തൊട്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി കൊള്ളുവീൻ. സഭയെ ചേർക്കാൻ വ്യവസ്ഥയില്ല, ശിഷ്യരാക്കാനാ പറഞ്ഞത്. അതിൽ പറഞ്ഞ ഒരു പദവിയില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ വിശ്വാസിയാക്കി കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ഇവ വലിയ വിശ്വാസിയാക്കി. അതല്ല വാസ്തവത്തിൽ. സ്നാനപ്പെടുത്തി വലിയ വിശ്വാസിയാക്കാനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യനാക്കാനാണ്.
അതിൽ കുറഞ്ഞൊരു സുവിശേഷ വേല യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത്രയും പോകുന്നു. ഇനി നിങ്ങളോട് എല്ലാവരോടും കൂടെ പറഞ്ഞിട്ട് ഞാൻ തിരുമേശയിലോട്ട് വരിക. നിങ്ങളോട് എല്ലാവരോടും കൂടെ, എല്ലാവരും ഇരിക്കുന്ന ഒരു ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ്, നമ്മളെ എന്തിനാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്, എന്താണ് നമുക്ക് ജോലി തന്നത്, അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ തന്നതെല്ലാം നമ്മുടെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഈ ഭൂമി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയായിരുന്നു. എന്നാൽ ഈ ഭൂമി പിന്നീട് പാഴും ശൂന്യമായി പോയി. അപ്പോൾ നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, അവൻ ഗർഭത്തിൽ എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയുടെ അകത്ത് ദൈവം സമുദ്രത്തെ വെച്ചിരുന്നു. ആദ്യമായി ഭൂമി സൃഷ്ടിക്കുമ്പോൾ സമുദ്രമില്ലായിരുന്നു. യശയാപ്രവചനത്തിൽ കിടപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ടങ്ങ് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. ഈ ഭൂമി പാഴായി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആ ഭൂമിയുടെ അകത്ത് ദൈവം വെച്ചിരുന്ന സമുദ്രത്തെ തുറന്നു വിട്ടു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ വെള്ളം വന്ന കണ്ടോ. അങ്ങനെയാണ് ഈ വെള്ളം വന്നത്. എന്നാൽ ആദ്യത്തെ ഭൂമിയിൽ വെള്ളമില്ലായിരുന്നു. കർത്താവ് ഇതിനകത്തുനിന്ന് തുറന്നു വിട്ടപ്പോൾ ഈ വെള്ളം മൂടി. അങ്ങനെയാണ് വെള്ളം മൂടി. പിന്നീട് കർത്താവ് ആ വെള്ളത്തെ എന്ത് ചെയ്തു? ആ മൂടിയ വെള്ളത്തെ പിന്നെ ദൈവം മാറ്റി. അത് 106-ാം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. മലകൾ ഇടിഞ്ഞു, ഭൂമി ഇടിഞ്ഞു താന്ന്, മലകൾ ഇടിഞ്ഞു താന്ന് എന്ത് ചെയ്തു? വലിയ താഴ്വരകൾ ഉണ്ടായി, സമുദ്രം അങ്ങോട്ട് പോയെന്നാ. സ്തോത്രം. കർത്താവ് എന്ത് ചെയ്തു? വെള്ളത്തോട് മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ സമുദ്രം അങ്ങോട്ട് ഓടി മാറിപ്പോയി. 106-ാം സങ്കീർത്തനമൊക്കെ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. അതിനകത്ത് കാണും. ഞാൻ ഒരു കാര്യം പറയാൻ എന്താ പറഞ്ഞത്? ഈ ഭൂമിക്കകത്തുനിന്ന് വെള്ളം ചാടി പുറപ്പെട്ട് ഭൂമിയെ മൂടി, ശൂന്യമായി കിടക്കുക. ഇതാ ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? അതിന്റെ അർത്ഥം ഈ ഭൂമിയെ മൂടാനുള്ള വെള്ളം കൂടെ അതിനകത്ത് ആര് വെച്ചിരുന്നു? കർത്താവ്. ഇത് ഓർത്തോണം. ഒരു നന്മ തന്നാൽ ആ നന്മ ഇല്ലാതാക്കാനുള്ള പദ്ധതിയും കൂടെ ഈ തരുന്ന ആൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഓർത്തോണം. സ്തോത്രം പറഞ്ഞേ. ഇവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഓർത്തോണം. ഈ 100, 200, 300 ഒക്കെ സാലറി മേടിക്കുന്ന വ്യക്തി അറിയേണ്ടത്, ഇത് ഇല്ലാതാക്കാനുള്ള പണി ഇത് തന്ന പുള്ളിക്ക് കണ്ടോ. ഈ ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന് ഈ ഭൂമിയെ മൊത്തം മൂടിക്കളയാനുള്ള വെള്ളവും അതിനകത്ത് പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് തുറന്ന് പുള്ളി വിട്ടു. അങ്ങനെയാണ് വെള്ളം മൂടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ, ഓർത്തോണം. ഈ നന്മകളൊക്കെ തന്ന ദൈവത്തിന് ഈ നന്മ ഇല്ലാതാക്കാനുമുള്ള പദ്ധതി ഇതിൽ തന്നെ ദൈവം ക്രമീകരിക്കുന്നു. അതിനകത്ത് തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. ആ റൂട്ട് മാറിയ പുള്ളി അത് ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞു. റൂട്ട് മാറുമ്പോൾ കർത്താവ് അത് ഒരിക്കലും നമുക്ക് തിന്മയില്ല. തിന്മ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? നന്മയിൽ നിന്നാണ് തിന്മ വരുന്നത്. അതിന്റെ റൂട്ട് മാറുന്ന. തീയേ എന്തിനുള്ളതാ? കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെയാ. കൈ അങ്ങോട്ട് കൊണ്ട് വെച്ചാലോ? ഇന്ന് കഞ്ഞി വെക്കുന്നില്ല, ഗ്യാസ് ഓണാക്കിയിട്ട് കൈ വെച്ചാലോ? സ്തോത്രം പറഞ്ഞേ. തിന്മ വന്ന കണ്ടോ? നന്മ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ അതിൽ നിന്ന് തന്നെ തിന്മ വരും. ഹല്ലേലൂയ പറഞ്ഞേ. അതിൽ നിന്ന് തന്നെ തിന്മ വരും. തിന്മ വരാൻ വേറെ വഴിയൊന്നുമില്ല. തീ നമ്മൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചോണം. അത് റൂട്ട് മാറി ഉപയോഗിച്ചാൽ അത് നമുക്ക് മരണം വരെ ആയിത്തീരും. നമ്മളെ അത് തകർത്ത് കളയും. അതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന പല നന്മകളും ദൈവത്തിന്റെ റൂട്ട് മാറിയാൽ നാളെ അത് നിനക്ക് തിന്മയായി വരും. ഓർത്തോളം കേട്ടോ. എന്നിട്ട് പിശാച് എന്നെ ബന്ധിച്ചു, അത് ബന്ധിച്ചു, ഇത് ബന്ധിച്ചെന്നൊന്നും
വിളിച്ച് പറഞ്ഞേക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നന്മയും തിന്മയും ദൈവം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ തിന്മ ഒരിക്കലും ദൈവം സൃഷ്ടിച്ചിട്ടില്ല, നന്മയ്ക്കകത്താണ് തിന്മ. ആ നന്മ അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാതെ വരുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ തിന്മ വരും. ഇറച്ചി മീനും ഒക്കെ നല്ലതാ, ഒരു 5-6 ദിവസം പഴകി വെച്ചിട്ടെടുത്ത് കഴിച്ചാൽ അതിനകത്തുനിന്ന് തന്നെ പോയിസം പുറത്തു വരും. പിന്നെ പോയി സൽമാനിയെ കിടക്കാം. മനസ്സിലായോ? പിന്നെ പോയി സൽമാനിയെ നേരെ മറിച്ചത് ചൂടോടെ ഫ്രൈ ആയിട്ടിരുന്നാൽ 1 കിലോ വരെ അടിക്കാം. ഭക്ഷണം അടിക്കും 1 കിലോ, ഒരു 1/4 കിലോ തിന്നു തോന്നില്ലേ വയറുമൊക്കെ കണ്ടിട്ട് അല്ലേ? അതുകൊണ്ട് ഓർത്തോളുക, നന്മയ്ക്കകത്ത് തിന്മയുണ്ട്. 2025 നമുക്ക് കിട്ടുന്ന നന്മയിൽ ദൈവത്തിന്റെ ഹിതത്വത്തോടും പോയില്ലെങ്കിൽ അതിനകത്തുനിന്ന് തിന്മ വെളി വരും. അതിനകത്തുനിന്ന് തിന്മ വെളി വരും. അങ്ങനെയാണ് നമുക്ക് തിന്മ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ ലോകത്ത് ദൈവം തിന്മയൊന്നും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. നമ്മൾ ആ വഴി കൂടെ കൊണ്ടുപോയിക്കൂടെ, യഥാർത്ഥമായ റൂട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇന്ന് നന്മയായിരിക്കും. ഇനി ആ വാക്യത്തിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. എന്താ അതിന്റെ അർത്ഥം? ബൈബിളിൽ 2 സ്ഥലത്തെ ദൈവം പത്രോസിന് അനുഗ്രഹം കൊടുത്തു. ആദ്യ ലൂക്കോസ് 5-ലാണ് ഒരു പെരുത്ത മീൻകൂട്ടം കൊടുത്തു. പെരുത്ത മീൻകൂട്ടം. എനിക്ക് അതിന്റെ കണക്ക് ക്ലിയർ ആയിട്ട് അറിയാം. കാരണം ഞാൻ ഇവിടുത്തെ ഈ ഉദയാലെ ഈ പോർട്ടിലെ ഒരു 3-4 വർഷം ജോലി ചെയ്തു. അതുകൊണ്ട് എനിക്കറിയാം, ഈ രാവിലെ ബോട്ട് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഞാൻ അവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദയാലെ ലാസ്റ്റ് കടല, അവിടെ ഒരു ജെട്ടിയുണ്ട്, ചെറിയ പോർട്ടാ. അപ്പൊ രാവിലെ ഒരു 5:30 ആകുമ്പോൾ ബോട്ട് കരയ്ക്ക് വരും. ഞാൻ 6 മണിയാകുമ്പോൾ അവിടെ എത്തുകയും ചെയ്യും. ഇവിടെ സൽമാനിൽ നിന്ന് ഞാൻ 5:15 വണ്ടിക്ക് പോകും, വെളുപ്പിനെ ബസ്സിനാ പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ബോട്ടിനകത്ത് മുങ്ങുമാറാകുവോളം മീന്, മുങ്ങുമാറ്. അപ്പം ആ ബോട്ടില് ഒരു 3 ലോറി മീൻ കൊള്ളും. വലിയ ബോട്ടില് ഒരു 3 ലോറി മീനിലധികം പത്രോസിന് കൊടുത്തിരിക്കുക. 6 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. 6 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. ഇതങ്ങോട്ട് കൊടുത്തു. അത് നമുക്ക് അനുഭവിക്കാം. കർത്താവിന് സന്തോഷം. പത്രോസ് ഈ മീനെ കൊണ്ടുപോകുന്നതിൽ കർത്താവിന് എതിർപ്പില്ല. പത്രോസിന് കർത്താവ് കൊടുത്തു. പക്ഷെ എന്തിനാ ഇത് കൊടുത്തത്? എന്തിനാ കൊടുത്തത്? അതറിയേണ്ടത്. ദൈവം എന്തിനാ നന്മ തരുന്നത്? ഇവിടെ നല്ല ജോലിയൊക്കെ തന്നേക്കുന്നത് എന്തിനാ? ആരോഗ്യമൊക്കെ തന്നേക്കുന്നത് എന്തിനാ? എന്തിനാ അനുഗ്രഹമൊക്കെ തന്നേക്കുന്നത്? അതറിയാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. അതറിഞ്ഞോണം. എന്തിനാ മീൻ കൊടുത്തെന്നുള്ള ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. പടകും വലയും വിട്ട് നീ എന്നെ പിൻഗമിക്ക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാനാണ് ഇത് കൊടുത്തത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇതുവരെയും മീൻ പിടിച്ചോണ്ടിരുന്ന പത്രോസിനെ മീൻ പിടിച്ച മണ്ഡലത്തിൽ നിന്നും ആത്മീക മണ്ഡലത്തിലേക്ക് മാറ്റാൻ കൊടുത്തതാ. മനുഷ്യനെ പിടിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് ഇയാളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ മീൻ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ജോലി തന്നത് അതിനാ. എന്തിനാ? ആത്മീകമായി ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ. ഹല്ലേലൂയ പറഞ്ഞേ. നീ മീൻ പിടിച്ചോണ്ടിരിക്കുന്ന നിന്നെ ആ മീൻ പിടുത്തത്തിൽ നിന്നും മനുഷ്യനെ പിടിക്കുന്ന വ്യക്തിയായി വരുന്ന നാളുകളിൽ പത്രോസിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ പടകിൽ യേശു കേറിയതും ഇതിനകത്ത് മീൻ കൊടുത്തതും. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവം വന്നതും നിനക്കിവിടെ വേക്കൻസി തുറന്നു തന്നതും നിനക്കിവിടെ ജോലി തന്നതും നിനക്ക് അനുഭവിക്കാം. പക്ഷെ അത് തന്നതിന്റെ പുറകിൽ ആത്മീയമായി നിന്നെ കർത്താവിന്റെ വേലയ്ക്കൂടെ ഉപയോഗിക്കാനാണ്. കർത്താവിന്റെ വേലയ്ക്കും കൂടെയും കർത്താവിന്റെ ശുശ്രൂഷിക്കും കൂടാണ്. അതുകൊണ്ട് ശമ്പളം മേടിച്ചു വെള്ളിയാഴ്ച കിടന്നുറങ്ങാനല്ല നിനക്കിത് തന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ശമ്പളം മേടിച്ചു പാർട്ടി നടത്താനല്ല, ശമ്പളം മേടിച്ചിട്ട് നാട് മുഴുവൻ നടക്കാനല്ല. ഈ തന്ന പുള്ളിക്ക് നിന്നെ ആത്മീകമായി ഉപയോഗിക്കാനാണ്. അതാ പറഞ്ഞത്, എനിക്ക് നിന്നെ, നീ മീൻ പിടിക്കുന്ന വ്യക്തിയാണ്, എന്നാ ഇന്ന് തൊട്ട് നീ മീൻ പിടുത്തം മാത്രം പോരാ, എനിക്ക് നിന്നെ കൊണ്ട് മനുഷ്യനെ പിടിക്കുന്ന ആളാക്കണം. അതിനാ ഇത് കൊടുത്തത്. കണ്ടല്ലോ.
അപ്പൊ എന്തിനാ കൊടുത്തത്? ആത്മീകമായ ഒരു മാറ്റത്തിന്, ഒരു ശുശ്രൂഷയ്ക്ക്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ദേശത്ത് നന്മ തന്നത്. അത് മറന്നു പോകരുത്. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കിട്ടാതെ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഈ നന്മ തന്ന പുള്ളി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, തിന്മ ആ കൂട്ടത്തിലോട്ട് തന്നെ അങ്ങ് വന്നോളും. നമ്മൾ ഒന്നും ചെയ്യണ്ട, തന്നെ തിന്മ. രണ്ടാമതും കൊടുത്തു മീന്. എവിടെയാ കൊടുത്തത്? യോഹന്നാൻ 21 അധ്യായത്തിൽ 153 മീൻ അന്നേരം കൊടുത്തത്. എത്ര മീൻ കൊടുത്തു? 100. നമുക്കൊരു മീന് വല കീറാറായി. 153 മീൻ കീറിയപ്പോൾ വല കീറാറായി. ഓക്കെ, അപ്പം എത്രയായിരിക്കും? 10 കിലോ കാണുമായിരിക്കും ഒരെണ്ണം, അല്ലേ? 10 കിലോ കാണും. 10 കിലോ കൂട്ടുകയാണേലും 153 എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? 1800 കിലോ ഉണ്ട്. സ്വത്രം 10 കിലോ വെച്ച് കൂട്ടിയാലും വല കീറാറായി കേട്ടോ. പ്രൈസ് സ്വത്രം പറഞ്ഞേ. ഒരു 10,000-2000 കിലോ മീൻ അങ്ങോട്ട് കൊടുത്തു. നേരം വെളുത്തു വരിക പടകിന്റെ വലത്ത് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് അങ്ങോട്ട് കൊടുത്തേച്ച് കർത്താവ് എന്താ പറഞ്ഞത്? മാർക്ക് ചന്തയിലിട്ട് പൊക്കോളം പറഞ്ഞോ? അടുത്ത ലൈനിൽ എന്താ പറഞ്ഞത്? നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. സ്തോത്രം. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. നീ എൻ്റെ ആടുകളെ മേയ്ക്കാം. അപ്പോൾ ഓർത്തോണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പത്രോസിനെ വേർതിരിച്ചെടുക്കാനാണ് ഈ 153 മീൻ കൊടുത്തത്. ഇത് കൊടുത്തേച്ച് കർത്താവ് പറഞ്ഞു, ഇന്ന് തൊട്ട് നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിച്ചോണം. പ്രൈസലോ, ഇന്ന് തൊട്ട് നീ എൻ്റെ ആടുകളെ മേയിച്ചോണം. അപ്പൊ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ നല്ല ജോലി, ഈ നല്ല സാലറി ഒക്കെ തരുന്നത് കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങളെ ഉപയോഗിക്കാനാ. ശമ്പളം നിങ്ങൾ എടുത്തു, കർത്താവിന് എതിർപ്പൊന്നുമില്ല. 153 മീൻ പത്രോസിന് കൊണ്ടുപോകാം. പക്ഷെ ഇന്നോട്ട് എന്ത് ചെയ്തോണം? എൻ്റെ കുഞ്ഞാടിനെ തയ്യാറാണ്. എത്ര പേര് തയ്യാറുണ്ട്? കർത്താവെ, 2025 ദൈവം എനിക്ക് തന്ന നന്മയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിക്കുമോ? അതിനൊക്കെയാണ് തോമസ് ബ്രദറെ, സോവിച്ചായന്, നമ്മുടെ ഡേവിഡ്, ജോർജ്, നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, അച്ചായനെ, എല്ലാരോടും ഞാൻ പറയുന്നത്, നമുക്ക് വഴി തുറക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കാനും കൂടെയാണ്. നമ്മൾ നന്മ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ദൈവത്തിന് എതിർപ്പില്ല. ഈ 153 മീൻ പത്രോസിന് വീട്ടിൽ കൊണ്ടുപോകാം, ശിഷ്യന്മാർക്ക് കൊണ്ടുപോകാം. അവരുടെ മക്കളും എല്ലാം അതിന്റെ പണം കൊണ്ട് അവർ ഉപയോഗിക്കാം. പക്ഷെ ദൈവത്തിൽ ഒരാഗ്രഹമുണ്ട്, നീ ഇന്നോട്ട് എൻ്റെ ആടിനെ കൂടെ ഒന്ന് മേയ്ക്കണം. ഇന്നോട്ട് എൻ്റെ ഇടയനായും കൂടെ നീ ഇരിക്കണം. എൻ്റെ കുഞ്ഞാടുകളെ നീ ഒന്ന് മേയ്ക്കണം. അതുകൊണ്ട് സാലറി കിട്ടുമ്പം വീട്ടിലോട്ട് അയച്ചു. പക്ഷേ കർത്താവിന് വേണ്ടിയും കൂടെ നിൽക്കാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. അതിനും കൂടി ആ കർത്താവ് ഇത് ചെയ്തു തരുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 2024 തീരുമ്പോൾ കർത്താവ് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് തീർക്കാൻ പറ്റുമോ നമുക്ക്? എഗസ്കേൽ പണ്ട് ചോദിച്ചതുപോലെ, കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമ്പോ എഗസ്കേലിനോട് ദൈവം ചോദിക്കുക, എഗസ്കേലെ, കണക്ക് തീർക്കുന്ന നാളിലെ നിന്റെ കൈ എന്ത് ചെയ്യും? ബലപ്പെട്ടിരിക്കുമ്പോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. എഗസ്കേലിനെ ഒന്നും പറയാൻ വയ്യാത്ത ഒരു സ്റ്റേജിലാണ് എത്തിയത്. ഞാൻ അതുകൊണ്ട് ആ വാക്യം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. എഗസ്കേലിൻ്റെതല്ല, കണക്ക് തീർക്കുന്ന വാക്യം. നമുക്ക് പെട്ടെന്ന് ലൂക്കോസ് 19 അധ്യായത്തിന്റെ 11 തൊട്ടു ചില വാക്യങ്ങൾ വായിക്കുകയാണ്. അതുപോലെ വായിച്ചു. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനെ സമീപിച്ചിരിക്കാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞതെന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. നമുക്ക്
2 വാക്യം കൂടെ വായിക്കണേ കേട്ടോ. ഒന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഇതേ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിക്കേ, 19-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മത്തായി 25-ന്റെ വളരെ കാലം കഴിഞ്ഞ ശേഷം ആ. ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ മതി ഏൽപ്പിച്ചത്. പ്രൈസ്. അവിടെ നമ്മൾ കണ്ടല്ലോ, വളരെ കാലം കഴിഞ്ഞ് വന്ന് യജമാനൻ കണക്ക് തീർത്തു കേട്ടോ. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ച് മത്തായിയുടെ സുവിശേഷം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവൻ ഒരു 1. വാക്യം കൂടെ ഉള്ളൂ, അതുകൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എഹെസ്കേൽ 22:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? 2024 തീരാൻ പോകുന്നു. നമ്മള് ഡിസംബറിൽ കടന്നിരിക്കും. ശേഷിക്കപ്പെടുന്ന കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുക, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ട് ഇരിക്കുമോ? ഉറപ്പുണ്ടോ? നിന്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ നീ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ? എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തു. എന്നെ ഏൽപ്പിച്ചത് ദൈവസഭയ്ക്ക് നേട്ടമുണ്ടായി. കർത്താവിന്റെ വേലയിൽ അത് ലാഭമായിരുന്നു. എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് കർത്താവേ, ദൈവരാജ്യത്തിനു വേണ്ടി എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? അത് ഉള്ള ആത്മീയം കൂടെ പോയിരിക്കുക. 2024 ആരംഭത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന പലർക്കും ഇല്ല. അന്നത്തെ ഉണർവില്ല, ഒന്നാം കൂടെ കളഞ്ഞേച്ചു വന്നാണ് നമ്മളെ കളഞ്ഞേച്ചു വന്നിരിക്കുക പലരും. സ്വത്രം പറഞ്ഞ് ഇന്ന് രാത്രി ചോദിക്കുക, ഞാൻ നിന്നോട് കണക്ക് ചോദിച്ചാൽ നിന്റെ കൈ എന്റെ മുൻപാകെ നേരെ നിൽക്കുവോ? നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ വളരെ ക്ലിയറാ. ഈ ജനുവരി മാസം തുടങ്ങി ഡിസംബർ വരെ എൻ്റെ ജീവിതത്തിൽ ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ചതും ആമേ, നീ എന്നോട് അരുളി ചെയ്തതും അരുളപ്പാടുകളും ആലോചനകളും ഞാൻ കേട്ട വചനങ്ങളും എല്ലാം വളരെ കൃത്യമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ പറ്റുമോ? ഒന്ന് പറയാം നമുക്ക്. ഞാൻ വന്നു, ആരാധന കൂടി പോയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇത് കൂടുതലൊന്നും പറയാൻ പറ്റുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈ 14-ാമത്തെ വാക്യം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കുന്നു. 25:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ. മത്തായിയുടെ സുവിശേഷം. ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ. അടി വര, പ്രാപ്തി എന്ന വാക്കിനടി വരയിട്ടേ. കണ്ടോ? പ്രാപ്തി, ആ വാക്കിന്റെ അർത്ഥം കഴിവ് എന്നാണ്. നമുക്കുള്ള കഴിവും പ്രകാരം, നമുക്കുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ ചിലത് പ്രവർത്തിക്കാൻ ഇയാള് നമ്മളെ ഏൽപ്പിച്ചു. ആമേൻ. ഈ യജമാനൻ കർത്താവാണ്. കർത്താവ് തൻ്റെ വേല ഓരോരുത്തരുടെയും കഴിവ് നോക്കിയിട്ട് അയാളുടെ കയ്യിലോട്ട് കൊടുത്തു. ആമേൻ. ഓരോരുത്തരുടെയും പ്രാപ്തിക്ക് തക്കത് കൊടുത്തു. അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞേക്കരുത്. എല്ലാവരുടെയും കഴിവിന് തക്ക പ്രവൃത്തി ചെയ്യണം, ചെയ്തിരിക്കണം. പ്രാപ്തിക്ക് തക്ക താലന്ത്. എന്നെ ഏൽപ്പിച്ചത് 2024 ഒടുവ് വരെ എനിക്ക് പറയാൻ കഴിയണം, കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നഷ്ടമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ഞാൻ അനേകരെ നേടിയിട്ടുണ്ട്. ഞാൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവസഭയ്ക്ക് ആദായമാക്കിയിട്ടുണ്ട്. അത് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങളെ കർത്താവ് പ്രാർത്ഥന ഏൽപ്പിച്ചില്ലേ? 2024 എൻ്റെ കൂട്ടുവിശ്വാസികൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുമോ? സുവിശേഷം ഏൽപ്പിച്ചില്ലേ? 2024 എനിക്ക് സമയം കിട്ടിയിടത്തെല്ലാം ഞാൻ എനിക്കൊരവസരം കിട്ടിയിടത്തെല്ലാം സുവിശേഷത്തിന്റെ ഒരു വാക്കയിൽ ഞാൻ പറഞ്ഞെന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
പ്രാപ്തിക്കൊക്കെ ഓരോ താലന്ത് അങ്ങോട്ട് തന്നിട്ടില്ലേ? ആ താലന്തെന്ന് പറയുന്നത് കർത്താവിന്റെ ശുശ്രൂഷകളും വചനങ്ങളും കൃപാവരങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ്. സ്തോത്രം പറഞ്ഞ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ തന്നിട്ടുണ്ട്. ആയിട്ട് കിടന്നുറങ്ങി ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ആമേൻ. വിശ്വാസം വർദ്ധിച്ചെന്ന് പറയാൻ പറ്റുമോ? വിശ്വാസത്തിന്റെ താലന്ത്, കർത്താവേ നീ എന്നെ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ താലന്ത് വ്യാപാരം ചെയ്ത് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നത് പോലെ ഞാൻ അതിനെ പ്രവർത്തിച്ച് ആ വിശ്വാസത്തിന്റെ തോത് വർദ്ധിച്ചെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ പറഞ്ഞ് കൃപ ഏൽപ്പിച്ച ദൈവമക്കളോട് ഞാൻ ചോദിക്കുകയാണ്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ടായിരുന്നു. ചിലർക്ക് ദർശനം തന്നിട്ടുണ്ടായിരുന്നു, ചിലർക്ക് വെളിപ്പാടുകൾ തന്നിട്ടുണ്ടായിരുന്നു, ചിലർക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചനങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്ത് ഈ സഭയ്ക്ക് നേട്ടം ഉണ്ടാക്കിയെന്ന് ഇന്ന് രാത്രി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ പറ. ഈ താലന്തിന്റെ ഒക്കെ കണക്ക് കൊടുക്കണം. ഇത് തന്നയാള് ചോദിക്കും. പറഞ്ഞു കേട്ടോ, കണക്ക് തീർക്കാൻ വിളിച്ചെന്നാ ആ ലൈനിൽ നമ്മൾ വായിച്ചത്. ആമേ. യജമാനൻ വളരെ നാള് കഴിഞ്ഞപ്പോൾ ഏൽപ്പിച്ചവരെല്ലാം തിരിച്ചു വിളിച്ചു. പ്രാപ്തിക്ക് തക്ക പ്രാപ്തി കഴിവ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കഴിവിന്റെ ഒരംശം ദൈവവേലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? ഓവർ ടൈം കൂടെ ചെയ്യാൻ കഴിവുണ്ടല്ലോ. 8 മണിക്കൂർ കൂടാതെ ഓവർ ടൈമും കൂടെ ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്. എന്നാൽ നമ്മുടെ പ്രാപ്തി ഈ താലന്ത് കച്ചവടം ചെയ്യുവാൻ. സ്തോത്രം പറഞ്ഞേ. ഏത് താലന്ത്? യജമാനനായ നമ്മുടെ കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ താലന്തുകളായിരിക്കുന്ന വചനങ്ങളും സുവിശേഷങ്ങളും കൃപാവരങ്ങളും അത് നമുക്ക് കച്ചവടം ചെയ്ത് ഇതിനകത്ത് ലാഭമുണ്ടാക്കാൻ നമ്മുടെ പ്രാപ്തി കൊടുക്കുമോ? നമ്മുടെ കഴിവ് കൊടുക്കുമോ? ഇന്ന് രാത്രി തീരുമാനിക്കുക. 2025 ആമേൻ 8-9 മണിക്കൂർ ജോലി ചെയ്യാൻ നമുക്ക് പ്രാപ്തി തന്ന ദൈവത്തിനു വേണ്ടി 1 മണിക്കൂറെങ്കിലും ആ നമ്മുടെ കഴിവ് കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? നമ്മുടെ പ്രാപ്തി കൊടുക്കുമോ? ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പേരാ തീരുമാനമെടുക്കുന്നു? ചിലർക്ക് 2 താലന്ത് കച്ചവടം ചെയ്യാനുള്ള പ്രാപ്തിയേ ഉള്ളൂ. ചിലർക്ക് 1 താലന്ത് കച്ചവടം ചെയ്യാനുള്ള പ്രാപ്തിയെ അവർക്ക് അത്രേ അറിവുള്ളൂ. ഇപ്പം ഒത്തിരി വചനത്തെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല, ഒത്തിരി വിശ്വാസത്തിന്റെ ആഴമൊന്നും അറിയില്ല. അവർക്ക് അറിയാവുന്നത് 1 താലന്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ. അത് വിശ്വസ്തയോടെ ചെയ്യാം. കുറെ കൂടെ കഴിവുള്ളവരുണ്ട്. വചനത്തിലും ദർശനത്തിലും വെളിപ്പാടിലും ഒക്കെ കഴിവുള്ളവരുണ്ട്. അവരുടെ കഴിവനുസരിച്ച് കച്ചവടം ചെയ്യാം. സ്തോത്രം പറഞ്ഞ് അതിനേക്കാൾ കൂടുതൽ പ്രാപ്തിയുള്ളവരുണ്ട്. സോയിച്ചാനെ ഇപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിലൊരു വലിയ പ്രാപ്തി വചനത്തിലുണ്ടെന്ന്. പക്ഷെ അദ്ദേഹം കച്ചവടം ചെയ്യുന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവം കൊടുത്ത താലന്ത് വെറുതെ വെക്കാനല്ല. അങ്ങനെ വെക്കുന്നവരുടെ അനുഭവം അടുത്ത ലൈനിൽ കിടപ്പുണ്ട്. ഞാനതിപ്പോ എടുക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ പറയാം. ഒരുത്തൻ റൂമാലി കുഴിച്ചിട്ടു. അവന് കൊടുത്ത താലന്ത് റൂമാലി. നല്ല പ്രസംഗം പറയുന്നവനാ. അവന്റെ കൈ കൊടുത്ത പ്രസംഗത്തിന്റെ താലന്താ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട താലന്ത് അവന്റെ കൈ കൊടുത്തു. കൃപാവരത്തിന്റെ താലന്ത് കയ്യിലുണ്ട്. ദർശനത്തിന്റെ വെളിപ്പാടിന്റെ ഒക്കെ താലന്ത് കയ്യിലുണ്ട്. അതുകൊണ്ട് അവനും ഗുണമില്ല, കൊടുത്തോർക്കും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. ഇവൻ എന്ത് ചെയ്തു? ഒരു തോർത്തിനകത്ത് കെട്ടിയിട്ട് ഇത് കുടിച്ചിട്ടു. അങ്ങനെയാ. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ദൈവം സമയവും പ്രാർത്ഥനയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും അതൊരു മൂലയ്ക്ക് വെച്ചിട്ട് നടക്കുക. കുഴിച്ചിടുന്നവരെല്ലാം ഓർത്തോണം. ഹല്ലേലൂയ പറഞ്ഞേ. ഏറ്റവും ഒടുവിൽ കർത്താവ് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് എന്റെ താലന്ത് കുഴിച്ചിട്ടത്? നീ അത് പലിശക്കാർക്കേലും കൊടുക്കാൻ മേലായിരുന്നു. അവരേലും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തേനെ? അതുകൊണ്ട് മുരളിയോട് ഞാൻ പറയുന്നു, അച്ചായനോട് ഞാൻ പറയുന്നു, ഓരോരുത്തരോട് ഞാൻ പറയുന്നു, 2025 ദൈവം ഏൽപ്പിച്ച താലന്ത് ഇറങ്ങി കച്ചവടം ചെയ്യണം. ഓരോ വ്യക്തിയുടെ അടുക്ക കൊണ്ടത് കൊടുക്കണം. ഓരോ വ്യക്തിയുടെ അടുക്കലും ഈ താലന്ത് നമ്മൾ ഏൽപ്പിക്കണം. ഇത് അവര് മേടിക്കണം. ഇത് വ്യാപാരം ചെയ്യണം. കാരണം കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അത് ഇപ്പോഴല്ല. കർത്താവ് ചോദിക്കുക,
യെഹെസ്കേലേ, ഞാൻ കണക്ക് ചോദിക്കുന്ന ദിവസം നിന്റെ കൈ എന്റെ മുൻപാകെ ബലപ്പെട്ടിരിക്കുമോ, പറയാൻ കഴിയുമോ, കർത്താവേ, ഞാൻ എനിക്കാകുന്നത് പോലെ, എന്റെ പ്രാപ്തിക്കൊത്തതുപോലെ, എന്റെ കഴിവിനൊത്തതുപോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ സമയം 7 ആയിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് തിരുമേശയിലേക്ക് കിടക്കാം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ദൈവമക്കൾ എല്ലാ